Good morning, students. Last lesson we have taken we have finished the first chapter in organic chemistry. That is some basic concepts and techniques. That was the first chapter in organic chemistry. And now today I am starting the second chapter. Second chapter is much more important because it deals with the hydrocarbons. We have to study about so many reactions here. Some reactions, the mechanism also you have to study. So, hydrocarbons, all of you should listen carefully, then write the notes, study well. So, I am starting hydrocarbons. Hydrocarbons. Then, second chapter in organic chemistry, hydrocarbons. First, you have to study about the classification of hydrocarbons. How are hydrocarbons classified? Hydrocarbons are classified into two, mainly into two. The first one is open chain. Open chain hydrocarbons എന്ന് പറയും, അല്ലെങ്കിൽ അതിന് പറയാ acyclic hydrocarbons എന്ന് പറയാം, അല്ലെങ്കിൽ it is also known as aliphatic hydrocarbon. എല്ലാം ഒന്ന് തന്നെയാണ്, open chain or acyclic or aliphatic. And the second classification is closed chain. Closed chain or cyclic or ring structured hydrocarbons. Hydrocarbons are classified as open chain or acyclic or aliphatic. Second is open chain or closed chain. Open chain or closed chain. Then acyclic or cyclic. Then ring structured hydrocarbons. These are main classification of hydrocarbons. Again, these open chain hydrocarbons are again classified as saturated and unsaturated. Open chain hydrocarbons are classified as saturated and unsaturated. Saturated hydrocarbons are alkanes. ALKANES, alkanes, അതായത് സിംഗിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺസ്, അതിന് ആൽക്കെയിൻസ് എന്ന് പറയും. അത് സാച്ചുറേറ്റഡ് ആണ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺസ്, അതിന് ആൽക്കീൻസ് എന്ന് പറയും. അവിടെ ഡബിൾ ബോണ്ടാണ് ഉണ്ടായിരിക്കുക. അതേസമയത്ത് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോകാർബൺസ് ഉണ്ട്, അതിനെന്താ പറയുക, ആൽക്കൈൻസ്. അതിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടതാണ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. അതിൽ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ആൽക്കെയിൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ആൽക്കെയിൻസ് ആർ സാച്ചുറേറ്റഡ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് ആർ അൺസാച്ചുറേറ്റഡ്. Then these closed chain compounds are classified as classified as closed chain compounds ആണ്. അത് alicyclic, and the second classification is aromatic. Closed chain compounds or cyclic compounds are classified as alicyclic and aromatic. Again, this alicyclic are classified as two. They are homocyclic and the second is heterocyclic. Homocyclic and heterocyclic. ഇതൊക്കെ നോട്ടിലുണ്ട്. ഇതൊന്നും എന്താ വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, പക്ഷേ ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് അറിയണം എന്തൊക്കെയാണ് ഹൈഡ്രോകാർബൺസ് ഉള്ളത്, ഏത് തരത്തിലുള്ള ഹൈഡ്രോകാർബൺസ്. അല്ലാതെ പരീക്ഷയ്ക്ക് ഇപ്പം ഹൗ ആർ ഹൈഡ്രോകാർബൺസ് ക്ലാസിഫൈഡ് എന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ പഠിക്കും, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഹൈഡ്രോകാർബൺസ് ഏത് തരത്തിലാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി മാത്രം ഇതെടുക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പം
ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സിൽ ആലിസൈക്ലിക്കിൽ തന്നെ രണ്ട്, ഹോമോസൈക്ലിക് ആൻഡ് ഹെറ്ററോസൈക്ലിക്. ഹോമോസൈക്ലിക് എന്ന് പറഞ്ഞാൽ റിങ്ങിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഹോമോസൈക്ലിക് എന്ന് പറഞ്ഞാൽ റിങ്, ഇത് കാർബൺ റിങ് ആണ്, അതിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ, ഈ പോയിന്റിലൊക്കെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിന് പറയാം ബെൻസീൻ എന്ന് പറയില്ല. ബെൻസീൻ ആണെങ്കിൽ എന്ത് വേണം? ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് വേണം. ഇപ്പൊ ബെൻസീൻ ഇല്ലാത്തത്, ബെൻസീൻ റിംഗ് ഉണ്ടെന്ന് മാത്രം, പക്ഷേ അതേസമയത്ത് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടുള്ള റിംഗ് സ്ട്രക്ചർ ആണ്. അതിന് പറയാ സൈക്ലോഹെക്സേൻ എന്നാണ്. അപ്പൊ ഇതിന്റെ പേര് സൈക്ലോഹെക്സേൻ. ഹോമോസൈക്ലിക്കിൽ ആദ്യത്തെ സൈക്ലോഹെക്സേൻ ആണ്. ഹെറ്ററോസൈക്ലിക് ആണെങ്കിൽ ഈ റിങ്ങിൽ കാർബണും ഹൈഡ്രജനും പുറമേ ചില സമയത്ത് നൈട്രജനെ പോലത്തെ എലിമെന്റ് വരാം. ഇപ്പൊ റിങ്ങിൽ കാർബണും ഹൈഡ്രജനും പുറമേ മറ്റേതെങ്കിലും ഒരു ആറ്റം, നൈട്രജനോ സൾഫറോ ഓക്സിജനോ അങ്ങനെ ഏതെങ്കിലും വന്നാൽ അതിനെന്താ പറയുക? ഹെറ്ററോസൈക്ലിക് എന്ന് പറയും. ഹോമോസൈക്ലിക് ആണെങ്കിൽ അതിൽ റിങ്ങിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റ് ആറ്റംസ് ഉണ്ടാവില്ല. ഇതാണ് ഹോമോസൈക്ലിക് ആൻഡ് ഹെറ്ററോസൈക്ലിക്. അതേപോലെ തന്നെ എറോമാറ്റിക് ഈസ് ക്ലാസിഫൈഡ് ആസ് ബെൻസിനോയിഡ് ആൻഡ് നോൺ ബെൻസിനോയിഡ്. രണ്ട് തരത്തിലാണ്. എറോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആർ ക്ലാസിഫൈഡ് ആസ് ബെൻസിനോയിഡ് ആൻഡ് നോൺ ബെൻസിനോയിഡ്. എന്താ ബെൻസിനോയിഡ് എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോകാർബൺസ് കണ്ടെയ്നിങ് എ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബെൻസീൻ റിംഗ്. അപ്പൊ ഇങ്ങനെ ബെൻസീൻ റിംഗുള്ള കോമ്പൗണ്ട്സിനെയാണ് ബെൻസിനോയിഡ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ബെൻസീൻ തന്നെ ഒന്ന്, ടുളുവിൻ എന്ന് പറയുന്നതുണ്ട്. അതായത് ഇതേ ബെൻസീൻ റിംഗിൽ ഇതേപോലെ CH3 വരുന്ന സൈഡിൽ അങ്ങനെ വന്നാൽ അത് ടുളുവിനാണ്. അപ്പൊ ബെൻസീൻ, ടുളുവിൻ, ഇതിലൊക്കെ ബെൻസീൻ റിംഗ് ഉണ്ട്. നാഫ്തലീൻ, ആന്ത്രസീൻ, ഇങ്ങനെ പല കോമ്പൗണ്ട്സ് ഉണ്ട്. അതൊക്കെ എന്താണ്? ബെൻസിനോയിഡ് ആണ്. എന്നാൽ നോൺ ബെൻസിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിംഗ് സ്ട്രക്ചർ ആയിരിക്കും, പക്ഷെ ബെൻസീൻ റിംഗ് ഉണ്ടാവില്ല. അപ്പൊ ബെൻസീൻ റിംഗ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ബെൻസീൻ റിംഗ് ഇല്ലാത്തതാണ്, ഇങ്ങനെ വരും. കേട്ടെ, ഇതിലിപ്പോ നമുക്ക് ബെൻസീൻ റിംഗ് ഉണ്ടോ? ഇവിടെ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉണ്ട്, പക്ഷേ 7 കാർബൺ ആറ്റം ഉണ്ട്. ബെൻസീനിൽ 6 കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ 7 കാർബൺ ആറ്റം ഉണ്ട്. മാത്രമല്ല ഇതിന്റെ കൂടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ വന്നു. അപ്പൊ ഇത് നോൺ ബെൻസിനോയിഡിൽ പെട്ടതാണ്, കാരണം ബെൻസീൻ റിംഗ് ഇല്ല ഇതില്. അപ്പം ഹൈഡ്രോകാർബൺസിൽ ബെൻസീൻ റിംഗ് ഇല്ലെങ്കിൽ അതിനെന്താ പറയുക? നോൺ ബെൻസിനോയിഡ് എന്ന് പറയും. ബെൻസീൻ റിംഗ് ഉണ്ടെങ്കിൽ അതിന് പറയാം ബെൻസിനോയിഡ് എന്ന് പറയും. അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഈ കോമ്പൗണ്ടിന് ട്രോപ്പോലോൺ എന്ന് പറയും. അത് നോട്ടിലുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പൊ ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമുക്കിപ്പോൾ ഈ കൊല്ലം പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് ഈ കൊല്ലം പഠിക്കാനുള്ള കോമ്പൗണ്ട്സ്, ഒന്ന് ആൽക്കെയിൻസ് വേണം, അതായത് സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോകാർബൺസ്. ഡബിൾ ബോണ്ടുള്ള ഹൈഡ്രോകാർബൺസ് ആൽക്കീൻസ് വേണം. ട്രിപ്പിൾ ബോണ്ടുള്ള ഹൈഡ്രോകാർബൺസ് ആൽക്കൈൻസ്. ഇത് മൂന്നും പഠിക്കണം. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്. പിന്നെ എന്ത് വേണം വെച്ചാൽ ഈ ബെൻസിനോയിഡ്, ബെൻസീനും കൂടി പഠിക്കണം. ഇത്ര മാത്രമേ നമുക്ക് ഇക്കൊല്ലം പഠിക്കാനുള്ളൂ. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്. ദെൻ ഇതിന് പറയുക അറീൻസ് എന്നാണ്. അറീൻസ് എന്ന് പറഞ്ഞാൽ എറോമാറ്റിക് ഹൈഡ്രോകാർബൺ. ആ എറോമാറ്റിക് ഹൈഡ്രോകാർബണിൽ ബെൻസിൻ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആൽക്കെയിൻസ് ആണ്. അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ ആദ്യം വരുന്നത് ആൽക്കെയിൻസ് ആണ്. ഈ ആൽക്കെയിൻസിന്റെ പ്രിപ്പറേഷനും അതിന്റെ പ്രോപ്പർട്ടീസും നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആൽക്കെയിൻസ് എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ആൽക്കെയിൻ നമ്മൾ എടുക്കുന്നില്ല. ആൽക്കെയിൻ എന്ന് പറയുന്ന ആ ഫാമിലിയാണ് നമ്മൾ പഠിക്കുന്നത്. ആൽക്കെയിൻസ്. ഞാൻ ആദ്യം പറഞ്ഞു ആൽക്കെയിൻസ് ആർ saturated and it can be represented by the general formula CnH2n+2. ഇതൊക്കെ പഠിച്ചതാണ്. അതേപോലെ തന്നെ ആൽക്കെയിൻസിന്റെ IUPAC നെയിം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോകാർബൺസ്, സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻസ് പഠിച്ചിട്ടുണ്ട്, ബ്രാഞ്ചഡ് ചെയിൻ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ഐസോമറിസത്തിലും പല ടൈപ്പ് ഹൈഡ്രോകാർബൺസിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ആണ്. അതായത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. ഇവിടെ നോക്കണം, പ്രിപ്പറേഷൻ ഓഫ് മീഥെയ്ൻ, എയ്തെയ്ൻ, പ്രൊപ്പൈൻ എന്നല്ല, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. എല്ലാ ആൽക്കെയിൻസിനെയും
ജനറൽ മെത്തേഡ്സ് ഉണ്ട് പ്രിപ്പറേഷൻ. അതാണ് പഠിച്ചു വെക്കേണ്ടത്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ആൽക്കൈനില്ല, ഓരോ ഫാമിലി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആൽക്കൈൻ എന്ന് പറയുന്ന ഫാമിലി, എങ്ങനെയാണ് ആൽക്കൈൻസ് ഉണ്ടാക്കുന്നത്? ധാരാളം മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തത്, ഫസ്റ്റ് വൺ ഈസ് ഫ്രം ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ഇതാണ് ആദ്യത്തത്. ആൽക്കീൻസിൽ നിന്നുണ്ടാക്കാം, അതേപോലെ ആൽക്കൈൻസിൽ നിന്നും ഉണ്ടാക്കാം. എങ്ങനെ? ബൈ ഹൈഡ്രോജനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അതായത് ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് ഓൺ ഹൈഡ്രോജനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഫൈനലി ഡിവൈഡഡ് കറ്റാലിസ്റ്റ്. ഫൈനലി ഡിവൈഡ് എന്ന് പറഞ്ഞാൽ തരി പോലെയുള്ള സബ്സ്റ്റൻസ് ആണ്. അത്രയും ഇതാക്കണം, ആ സർഫേസ് കൂടണം. അതാണ് ഫൈനലി ഡിവൈഡഡ്. കറ്റാലിസ്റ്റ് ഉപയോഗിക്കണം. ഈ കറ്റാലിസ്റ്റ് ഏതൊക്കെയാണെന്ന് ഒന്നുകിൽ നിക്കൽ ഉപയോഗിക്കാം, ഫൈനലി ഡിവൈഡഡ് നിക്കൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫൈനലി ഡിവൈഡഡ് പലേഡിയം ഉപയോഗിക്കാം. നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം, ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ആൽക്കീൻസിനെയും ആൽക്കൈൻസിനെയും ഹൈഡ്രോജനേഷൻ നടത്തണം. എന്താ ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ? എഡീഷൻ വിത്ത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ആൽക്കീൻസ് ഓൺ ഹൈഡ്രോജനേഷൻ, അല്ലെ ആൽക്കീൻസ് ഓൺ എഡീഷൻ വിത്ത് ഹൈഡ്രജൻ. അപ്പോൾ ആൽക്കീൻ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കാം. ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2. ദിസ് ഈസ് എന്താണ് ഇതിന്റെ പേര്? ഈഥീൻ എന്നാണ്. ദിസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ, that means hydrogenation in the presence of nickel or platinum or palladium. ഇതിന്റെ സിമ്പിൾ കൊടുത്താൽ മതി, NiPt_Pd. അപ്പം ആൽക്കീൻസ് ഓൺ ഹൈഡ്രോജനേഷൻ എന്താ വരിക? ഈ ആൽക്കീൻസിലെ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് 2 ആറ്റം ഹൈഡ്രജൻ ഓരോ CH2 ആയിട്ട് ആഡ് ചെയ്യും. അപ്പൊ എന്താ കിട്ടും നമുക്ക്? CH3 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, ആ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ഹൈഡ്രജൻ ആറ്റം ഓരോ CH2 ആയിട്ട് ആഡ് ചെയ്യും. എന്ത് കിട്ടി? CH3 ദാറ്റ് ഈസ് ഈഥേൻ. അപ്പം ഈഥീൻ ഈസ് ആൽക്കീൻ. ഈഥീൻ ഓൺ ഹൈഡ്രോജനേഷൻ വി ഗെറ്റ് ആൽക്കൈൻ അല്ലെങ്കിൽ ഈഥേൻ. ഇനി ട്രിപ്പിൾ ബോണ്ടുള്ള എടുക്കാം. ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ഏതാണ്? CH ട്രിപ്പിൾ ബോണ്ട് CH. എന്താ ഇതിന്റെ പേര്? That is called ethyne. അപ്പോൾ ethyne on hydrogenation in the presence of nickel, platinum or palladium. ഇവിടെ എന്താ വരുന്നത്? 2 ഡബിൾ ബോണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇല്ലേ? അപ്പൊ 2 പൈ ബോണ്ട് ഉണ്ട്. അപ്പൊ 2 പൈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ 2 മോളിക്യൂൾ ഹൈഡ്രജൻ വേണം. അപ്പോൾ ഒരു മോളിക്യൂൾ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ആദ്യം ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്തപ്പോൾ CH2 ഡബിൾ ബോണ്ട് വരും. പിന്നെ രണ്ടാമത്തെ ഹൈഡ്രജൻ മോളിക്യൂൾ ആഡ് ചെയ്യുമ്പോൾ എന്തായി? രണ്ടാമത്തെ ഡബിൾ ബോണ്ടും ബ്രേക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3. അപ്പോൾ ആൽക്കൈൻ 2 മോളിക്യൂൾ ഹൈഡ്രജൻ ആയിട്ടാണ് ഹൈഡ്രോജനേഷൻ നടത്തുന്നത്. ആൻഡ് വി ഗെറ്റ് ആൽക്കൈൻ. അപ്പം ഈഥൈൻ ഗിവ്സ് ഈഥേൻ. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്. ദാറ്റ് ഈസ് ഫ്രം ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് യു ക്യാൻ പ്രിപ്പയർ ആൽക്കൈൻ. ഹൗ? By hydrogenation of alkenes and alkynes in the presence of finally divided catalyst like nickel, platinum or palladium. ഇതാണ് first method, that is from alkenes and alkynes. ഇനി second method is from alkyl halides or haloalkanes. അതായത് ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് IUPACന് ഹാലോ ആൽക്കൈൻ രണ്ടും തന്നെയാണ്. ആൽക്കൈൽ ഹാലൈഡ്സ് ഓർ ഹാലോ ആൽക്കൈൻസ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലോ ആൽക്കൈൻസ് എങ്ങനെ ആൽക്കൈൻസ് ഉണ്ടാക്കാം? ദാറ്റ് ഈസ് ഹാലോ ആൽക്കൈൻസ് ഓർ ആൽക്കൈൽ ഹാലൈഡ്സ് ഓൺ റിഡക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് alkanes are obtained. Let us take an example. That is CH3 CH2Cl. This is a haloalkane. അല്ലെങ്കിൽ this is an alkyl halide. Ethyl chloride അല്ലെങ്കിൽ IUPAC ആണെങ്കിൽ എന്താ പറയുക? നമ്മൾ
ക്ലോറോ ഈഥെയ്ൻ. ഇതല്ലേ പറയുന്നതിന് CH3CH2Cl ആൽക്കൈൽ ഹാലൈഡ് ആണ്, ഹാലോ ആൽക്കെയിൻ ആണ്, ക്ലോറോ ഈഥെയ്ൻ. ദിസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൽക്കൈൽ ഹാലൈഡ് ആണ്, റെഡ്യൂസ്ഡ് ബൈ സിങ്ക് ആൻഡ് ഹൈഡ്രോ. ഈ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. ആ 2 ആറ്റം ഹൈഡ്രജൻ ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ആ 2 ആറ്റം ഹൈഡ്രജൻ ആണ് ഇതിനെ റിഡക്ഷൻ നടത്തുന്നത്. ഒരാറ്റം ഹൈഡ്രജൻ ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്ത് HCl ആയിട്ട് മാറും. രണ്ടാമത്തെ ആറ്റം ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇവിടുത്തെ CH2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് CH3 പ്ലസ് HCl. ഇതാണ് റിഡക്ഷൻ. അപ്പം ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് ഓർ ഹാലോ ആൽക്കെയിൻസ് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് റിഡക്ഷൻ ആണ്, അതായത് ഹാലോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സ് ഓൺ റിഡക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വി ഗെറ്റ് ആൽക്കെയിൻ. അതായത് ജനറൽ ആയിട്ട് എല്ലാ ഹാലോ ആൽക്കെയിൻസിനും, ഏതൊരു ഹാലോ ആൽക്കെയിനെയും ഈ സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിഡക്ഷൻ നടത്തിയാൽ ആൽക്കെയിൻ കിട്ടും. അതിന്റെ എക്സാമ്പിൾ ഞാൻ എടുത്ത ക്ലോറോ ഈഥെയ്ൻ. നിങ്ങൾക്ക് ബ്രോമോ പ്രൊപ്പെയിൻ, അയഡോ പെന്റെയിൻ ഏത് വേണമെച്ചാൽ എടുക്കാം. ഏത് ആൽക്കൈൽ ഹാലൈഡ് എടുത്താലും അതിന് റിഡക്ഷൻ നടത്തിയാൽ കറസ്പോണ്ടിങ് ആൽക്കെയിൻ നമുക്ക് കിട്ടും. ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന ഫസ്റ്റ് മെത്തേഡ് ബൈ റിഡക്ഷൻ. ഇതൊക്കെ നോട്ടിലുണ്ട്, ഡോണ്ട് വറി. ഇനി ബി എന്ന് പറയുന്ന സെക്കൻഡ് മെത്തേഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് എ നെയിം റിയാക്ഷൻ വിച്ച് ഈസ് കോൾഡ് വേർഡ്സ് റിയാക്ഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. WURTZ വേർഡ്സ് എന്നാണ് പറയുക. WURTZ വേർഡ്സ് റിയാക്ഷൻ. ഈ വേർഡ്സ് റിയാക്ഷൻ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? ഈ ഹാലോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സിന് ആൽക്കെയിൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ മെത്തേഡ്? എന്താണ് വേർഡ്സ് റിയാക്ഷൻ? അതായത് ഹാലോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സ് when treated with metallic sodium in the presence of dry ether we get higher alkanes. അതായത് ഒരു ഹാലോ ആൽക്കെയിൻ എടുക്കാൻ നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. CH3Br ബ്രോമോമീഥെയ്ൻ അല്ലെ, ബ്രോമോമീഥെയ്ൻ. ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് മെറ്റാലിക് സോഡിയം in the presence of dry ether. In the presence of dry ether we get alkane, that is CH3 plus NaBr. Okay, അപ്പം ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് വേണം? 2CH3Br plus 2Na gives CH3 plus 2NaBr. ഇതാണ് ഹാലോ ആൽക്കെയിൻ. React with the metallic sodium in dry ether forming higher alkane. എന്ത് ഈ ഹയർ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രോമോമീഥെയ്ൻ ആണിത്. അതിൽ എത്ര കാർബൺ ഉണ്ട്? ഒറ്റ കാർബണേ ഉള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയ ആൽക്കെയിൻ എത്രയുണ്ട്? 2 ഇല്ലേ? അപ്പോൾ 1ൽ നിന്ന് 2 മാറി. ഇപ്പോൾ ഹയർ ആൽക്കെയിൻ ആണ്. അതുകൊണ്ടാണ് ഈ വേർഡ്സ് റിയാക്ഷൻ പറയുന്നത് എപ്പോഴും when halo alkanes react with metallic sodium in dry ether we get higher alkanes. മനസ്സിലായി? അപ്പൊ ഈ ഹയർ ആൽക്കെയിൻസ് ഉണ്ടാക്കുന്ന മെത്തേഡ്. പക്ഷേ ഇതിന്റെ മെക്കാനിക്സ് എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് അറിയോ? ഇതിപ്പോ 2CH3Br plus 2Na. ഈ റിയാക്ഷൻ മെക്കാനിസം ഇതാണ്. CH3Br plus 2Na plus BrCH3. One molecule CH3Br, another molecule CH3Br മെറ്റാലിക് സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതേപോലെയാണ്. 2 മോളിക്യൂൾ NaBr എലിമിനേറ്റ് ചെയ്യും. ബാക്കി എത്ര കിട്ടും? We get CH3 plus 2NaBr. So this reaction is important one. പരീക്ഷ ചോദിക്കാറുണ്ട്. What is Wurtz reaction? Give an example. അപ്പോൾ എന്താണ് Wurtz reaction? When halo alkanes react with the metallic sodium in dry ether, we get higher alkanes. This is known as Wurtz reaction. അപ്പം ഈ വേർഡ്സ് റിയാക്ട് ചില സമയം പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് തരിക. ഇത് മാത്രം തരും. കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് 2CH3Br plus 2Na ഡ്രൈ ചെയ്തത് മാത്രം തരും, പ്രോഡക്റ്റ് തരില്ല. അപ്പൊ ഈ മെറ്റാലിക് സോഡിയം ഹാലോ ആൽക്കെയിൻ ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് മനസ്സിലാക്കണം ആൽക്കെയിൻ ആണ് പ്രോഡക്റ്റ്. ഇവിടെ എത്ര കാർബൺ ഉണ്ടോ അതിന്റെ നേരെ ഇരട്ടിയായിരിക്കും അവിടെ ഉണ്ടാകുക. ഇവിടെ ഇപ്പോൾ
CH3CH2Br ആണെങ്കിൽ 2 കാർബൺ ആറ്റം. അപ്പോൾ അവിടെ എന്തുണ്ടാവും? 4 കാർബണേറ്റിൽ ആൽക്കീൻ വരും. നേരെ ഡബിൾ ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷനാണ് വേർഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ വേർഡ്സ് റിയാക്ഷൻ ഉപയോഗിച്ച് ഒരു ആൽക്കീൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. പറയാൻ പറ്റുമോ? വേർഡ്സ് റിയാക്ഷൻ cannot be used for preparing one alkane. And which is that alkane? മീഥൈൻ ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മീഥൈനിൽ ഒറ്റ കാർബണല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കാർബൺ ആറ്റം മാത്രമായതുകൊണ്ട് മീഥൈൻ നമുക്ക് ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് സാധിക്കില്ല. ബാക്കി ഏത് ഹാലോ ആൽക്കൈൻസിനെ ഏത് ആൽക്കൈൻസിന് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. പക്ഷെ മീഥൈൻ ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് സാധിക്കില്ല. കാരണം മീഥൈൻ ആണെങ്കിൽ എന്താ വെച്ചാൽ അര മോളിക്യൂൾ കാർബൺ അര ആറ്റം കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ഇല്ലല്ലോ, ഒരു ഹൈഡ്രോ കാർബൺ ഇല്ലല്ലോ. ഇപ്പൊ ഹാലോ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ മിനിമം ഇതാണ്, ഒരു കാർബൺ ആയിട്ടുള്ള ഹാലോ ആൽക്കൈൻ ആണ്. അപ്പൊ ഒരു കാർബൺ ആയിട്ടുള്ള ഹാലോ ആൽക്കൈൻ ആയതുകൊണ്ട് നമുക്ക് 2 ആറ്റം കാർബൺ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒരാറ്റം മാത്രമുള്ള ആൽക്കൈൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ അതും ഒബ്ജക്റ്റീവ് ടൈപ്പിനെ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അതായത് വിച്ച് ആൽക്കൈൻ cannot be prepared by Würtz reaction, അല്ലെങ്കിൽ the alkane which cannot be prepared by Würtz reaction is 4 answers തരും നിങ്ങൾക്ക്. അതിലെ കറക്റ്റ് ആൻസർ ഏതാണ്? മീഥൈൻ. മീഥൈൻ cannot be prepared. So this is what is meant by Würtz reaction. പക്ഷേ അതേ സമയത്ത് ഈ Würtz reaction ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹയർ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? 1 ആണെങ്കിൽ 2, 2 ആണെങ്കിൽ 4, 3 ആണെങ്കിൽ 6. അപ്പം ഓഡ് നമ്പർ എപ്പോൾ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആയിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഓഡ് നമ്പർ ഓഫ് കാർബൺ ആയിട്ടുള്ളതും ഉണ്ടാക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ടേക്ക് CH3CH2Br. ദിസ് ഈസ് ബ്രോമോഈഥൈൻ. റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ആൻഡ് ബ്രോമോമീഥൈൻ. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ബ്രോമോഈഥൈൻ റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ആൻഡ് ബ്രോമോമീഥൈൻ. അപ്പം ബ്രോമോഈഥൈനും ബ്രോമോമീഥൈനും തന്നു. അപ്പം ഇതും റിയാക്ട് ചെയ്യും, ഇല്ല എന്ന് പറയുന്നില്ല. ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ. അപ്പൊ അവിടെ എന്താ കിട്ടുക നമുക്ക്? 2 മോളിക്യൂൾ സോഡിയം ബ്രോമൈഡ് പോയിക്കഴിഞ്ഞാൽ എന്ത് വരും? CH3CH2CH3. CH3CH2CH3 എന്താണ് പേര്? പ്രൊപ്പൈൻ. പ്രൊപ്പൈനിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. അപ്പൊ 3 കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺസിന് എന്താ പറയുക? ഹൈഡ്രോ കാർബൺസ് കണ്ടെയ്നിങ് ഓഡ് നമ്പർ. അപ്പൊ 3, 5, 7 ഇങ്ങനെ കാർബൺ ആറ്റമുള്ള ഇത്രയും നമ്പർ കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺസിന് ഓഡ് ഹൈഡ്രോ കാർബൺസ് ആണ് പറയുക. 2, 4, 6, 8 ഇതൊക്കെ എന്താണ്? ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പർ ഓഫ് കാർബൺ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസും ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺസും ഉണ്ട്. Würtz method is not preferred for preparing odd number of carbon, അതായത് hydrocarbons containing odd number. Odd number carbon ആറ്റമുള്ള hydrocarbons ഉണ്ടാക്കാൻ Würtz method പ്രിഫർ ചെയ്യുന്നില്ല. ഉണ്ടാക്കാം, പക്ഷെ അത് പ്രിഫർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ചില ക്വസ്റ്റ്യൻ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ പ്രൊപ്പൈനിന്റെ കൂടെ മറ്റ് ചില ആൽക്കൈൻസ് ഉണ്ടാവും. പ്രൊപ്പൈൻ എന്തായാലും ഉണ്ടാവും, പക്ഷെ അതിന്റെ കൂടെ ഈ ബ്രോമോമീഥൈൻ മാത്രമാണ്. ബ്രോമോമീഥൈനും എന്ത് ചെയ്യാം? മെറ്റാലിക് സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഈഥൈൻ കിട്ടില്ല, എവിടെ കിട്ടും. അതേപോലെ ബ്രോമോഈഥൈൻ റിയാക്ട് ചെയ്താലോ? ഇത് മിക്സ്ചറാണ്. ആ മിക്സ്ചറിൽ സോഡിയമായിട്ട് ബ്രോമോഈഥൈനും റിയാക്ട് ചെയ്യാം, ബ്രോമോമീഥൈനും റിയാക്ട് ചെയ്യാം. ബ്രോമോഈഥൈൻ റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? CH3CH2CH2CH3. അതായത് 2 കാർബൺ 4 ആവും, 1 കാർബൺ 2 ആവും. അപ്പം പ്രൊപ്പൈൻ എന്തായാലും ഉണ്ടാവും. അതിന്റെ കൂടെ സൈഡ് ആയിട്ട് ഈ 2 ആൽക്കൈൻ ഉണ്ടാവും, അതായത് ഈഥൈനും ബ്യൂട്ടൈനും ഉണ്ടാവും. അതുകൊണ്ടാണ് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കാൻ Würtz റിയാക്ഷൻ ഉപയോഗിക്കാത്തത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ആദ്യത്തെ 2 മെത്തേഡ്. ദാറ്റ് ഈസ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് ഓർ ഹാലോ ആൽക്കൈൻസ്. അതിൽ Würtz റിയാക്ഷൻ ശരിക്കും പഠിച്ചു വെക്കുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് എടുക്കുന്നത്, കാരണം പോർഷൻ തീർക്കണം നമുക്ക്. പക്ഷെ ഇതൊന്നും വിഷമമില്ല, എല്ലാം നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോട്ട് എഴുതിയിട്ട് അത് ഇതാക്കി വെച്ചാൽ മതി. ഇനി അടുത്തത് 3ാമത്തെ മെത്തേഡാണ്. 3ാമത്തെ മെത്തേഡ് എന്താ വെച്ചാൽ ഫ്രം കാർബോക്സിലിക് ആസിഡ്. ഫ്രം കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് നമുക്കറിയാലോ. എന്താണ് കാർബോക്സിലിക് ആസിഡ്? RCOOH. ഇതാണ് കാർബോക്സിലിക് ആസിഡ്. ഇതിൽ നിന്നും നമുക്ക് ആൽക്കൈൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ഒരു മെത്തേഡാണ്. ആ മെത്തേഡിന്റെ പേര് ഡീകാർബോക്സിലേഷൻ.
ഇതിന്റെ പേരെന്താണ്? ഡീകാർബോക്സിലേഷൻ എന്നാണ്. എന്താണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് carbon dioxide molecule from a carboxylic acid is known as decarboxylation. അപ്പം ഇവിടെ നമുക്ക് ഇതാ RCOH ഈ CO2 ഇല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പം ഈ R എന്ന് പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കൂടെ ഈ ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് ആൽക്കൈൻ ഉണ്ടാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ എങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റാം? ഒരു കാർബോക്സിലിക് ആസിഡിന് CO2 മാറ്റാൻ പറ്റില്ല, പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതിനൊരു പ്രോസസ് ഉണ്ട്. പക്ഷെ ആ മെത്തേഡിന്റെ പേര് ഡീകാർബോക്സിലേഷൻ. അപ്പോൾ വാട്ട് ഈസ് ഡീകാർബോക്സിലേഷൻ ചോദിച്ചാൽ എഴുതാൻ സാധിക്കണം. വാട്ട് ഈസ് ഡീകാർബോക്സിലേഷൻ? ദ പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഫ്രം എ കാർബോക്സിലിക് ആസിഡ് ഈസ് നോൺ ആസ് ഡീകാർബോക്സിലേഷൻ. ഇതെങ്ങനെയാണ് നടത്തുന്നത്? ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഹീറ്റിംഗ് an aqueous solution of sodium salt of carboxylic acid with soda lime. ഈ സോഡ ലൈം എന്ന് പറയുന്ന റിയേജന്റ് ഉപയോഗിക്കണം. സോഡ ലൈം എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡിന് ക്യുക്ക് ലൈം എന്നൊരു പേരുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം ഓക്സൈഡ്, അതിനെയാണ് സോഡ ലൈം എന്ന് പറയുന്നത്. ആ സോഡ ലൈമുമായിട്ട് എക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ ട്രീറ്റ് ചെയ്യണം. ഇപ്പൊ നോക്കാം. എക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം സോൾട്ട്, ഇപ്പം നോക്ക്, ഇതെന്താണ് പറയുക? CH3COOH, എസെറ്റിക് ആസിഡ് എന്ന് പറയും. എസെറ്റിക് ആസിഡ് ആണ്. അതിൽ ഈ എച്ചിന് പകരം Na വന്നാൽ സോഡിയം സോൾട്ടായി മാറി. ഇതിന്റെ പേരാണ് സോഡിയം എസെറ്റേറ്റ് എന്നാണ് പറയുക. ഈ സോഡിയം എസെറ്റേറ്റ് എന്ത് ചെയ്യണം? സോഡ ലൈമായിട്ട് ട്രീറ്റ് ചെയ്യണം. NaOH ഇൻ ദ പ്രസൻസ് ഓഫ് CaO. അപ്പം ഇതിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഇവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ Na2CO3 സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറും. എന്നിട്ടോ ഈ CH3ന്റെ കൂടെ ഇവിടുത്തെ H ആഡ് ചെയ്യും. ആൻഡ് വി ഗെറ്റ് CH4 പ്ലസ് Na2CO3. അപ്പൊ സോഡിയം സോൾട്ട് ഓഫ് എസെറ്റിക് ആസിഡ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് മീഥെയ്ൻ. ഇവിടെ നോക്കിയാട്ടെ, ഈ സോഡിയം സോൾട്ട് ഓഫ് എസെറ്റിക് ആസിഡ് എത്ര കാർബൺ ഉണ്ട്? 2 ഇല്ലേ? പക്ഷെ ഇവിടെ എത്രയാണ്? 1 ഉള്ളൂ. അപ്പൊ 2 കാർബണേറ്റ് ഇവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പം സോഡിയം സോൾട്ട് ഓഫ് പ്രൊപ്പനോയിക് ആസിഡ് 3 കാർബണേറ്റുള്ളതാണെങ്കിലോ ഇവിടെ എന്താ കിട്ടുക? നമുക്ക് 2 കാർബണേറ്റിൽ ആൽക്കീനാണ്. അപ്പൊ വേഴ്സ് റിയാക്ഷനിൽ കാർബൺ ആറ്റം കൂടുതലുള്ള ഹൈഡ്രോ കാർബണാണ് കിട്ടുക. പക്ഷേ ഡീകാർബോക്സിലേഷൻ കൊണ്ട് എന്താ വരുന്നത്? കാർബൺ ആറ്റം കുറഞ്ഞ ഇതാണ് കിട്ടുക. കാർബൺ ആറ്റം കുറഞ്ഞ ഹൈഡ്രോ കാർബൺസ് ആണ് കിട്ടുക. ഇതാണ് സോഡ ലൈമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഡീകാർബോക്സിലേഷൻ നടത്തുന്നത്. ഇനി ഡീകാർബോക്സിലേഷൻ ക്യാൻ ഓൾസോ ബി ക്യാരിഡ് ഔട്ട് ബൈ അനദർ മെത്തേഡ്. ആ മെത്തേഡിന്റെ പേര് അതും പഠിച്ചു വെക്കണം. ഹോബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ്. ഹോബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ് എന്ന് പറയും. ഇതാണ് ഇലക്ട്രോളിറ്റിക് മെത്തേഡാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് അറിയോ? An aqueous solution of sodium salt of carboxylic acid is electrolyzed. Aqueous solution of sodium salt of carboxylic acid കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. ഇപ്പൊ നേരത്തെ നമ്മൾ എടുത്ത സോഡിയം സോൾട്ട് ആണ് ഞാൻ എടുക്കുന്നത്. CH3COONA. ഇതിന്റെ aqueous സൊല്യൂഷനിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് അതിന് ഇലക്ട്രോളിസിസ് നടത്തുക. പക്ഷെ എപ്പോഴും ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ 2 മോളിക്യൂൾ ആണ് റിയാക്ട് ചെയ്യുന്നത്. 2 മോളിക്യൂൾ. അപ്പൊ ഈ 2 മോളിക്യൂളിൽ കൂടിയാണ് ഇലക്ട്രോളിസിസ് നടക്കുന്നത്. അപ്പൊ ആ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഇതാ ഈ ബോണ്ടുകളാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? CH3CH3 പ്ലസ് ഇതാ 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് 2CO2 പ്ലസ് 2Na. ഇലക്ട്രോളിസിസ് കൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് സംഭവം നടക്കുക. ഇതിൽ ഈ CH3 പ്ലസ് 2CO2 ആനോഡിലും സോഡിയം കാത്തോഡിലുമാണ് കലക്ട് ചെയ്യുക. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇല്ലേ? അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യും ആനോഡിൽ നിന്ന്. അപ്പം വി ഗെറ്റ് പ്യുവർ ആൽക്കെയ്ൻ. എഗെയിൻ ഈ സോഡിയം കാത്തോഡിലെ സോഡിയം എന്ത് ചെയ്യുന്നറിയോ? അത് വാട്ടർ ആയിട്ട് എക്വസ് സൊല്യൂഷൻ അല്ലേ? അപ്പൊ അതിൽ വാട്ടർ ഉണ്ടാവും. വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് NaOH
ആൻഡ് ഹൈഡ്രജൻ ആയിട്ട് മാറും. അപ്പോൾ കാത്തോഡിൽ സോഡിയം അല്ല ഉണ്ടാവുക, ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ NaOH സെറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് കോപ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ കോപ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മീഥെയ്ൻ. മീഥെയ്ൻ കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ കോപ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. ബാക്കി എല്ലാ ആൽക്കൈൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ് 3 മെത്തേഡാണ്. വൺ ഈസ് ഫ്രം ഹൈഡ്രജനേഷൻ ഓഫ് alkenes and alkanes. Second, from alkyl halides or haloalkanes. And third one from carboxylic acid. അപ്പോൾ ഇത് നല്ലപോലെ പഠിച്ചു വെക്കുക. ഇതിൽ തന്നെ ഇന്നിപ്പം എടുത്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട വേർഡ്സ് റിയാക്ഷനും കോപ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡും രണ്ടും ശരിക്കും പഠിച്ചു വെക്കണം. അപ്പോൾ ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ്. ഇനി എടുക്കേണ്ട ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ആ പ്രോപ്പർട്ടീസ് ഐ വിൽ ടേക്ക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നോട്ട് നല്ലപോലെ എഴുതുക. എന്നിട്ട് ഈ റിയാക്ഷൻസ് വരുന്നതൊക്കെ ഒന്ന് എഴുതി പഠിക്കണം. വെറുതെ വായിച്ച് പഠിച്ചതിനെ കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും എന്താ വെച്ചാൽ ഞാൻ വളരെ പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക റിയാക്ഷൻസ്. പിന്നെ ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു. താങ്ക് യു വെരി മച്ച്.